2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കെ മുരളീധരന് ആവേശജയം. ത്രികോണ പോരാട്ടം കണ്ട വട്ടിയൂർക്കാവിൽ 5425 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. അവസാനവട്ടം LDF സ്ഥാനാർത്ഥി VK പ്രശാന്തും മുരളീധരനും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കാഴ്ചവെച്ചത്. R ശ്രീലേഖയും ഭേദപ്പെട്ട വോട്ടുകളും നേടി. വട്ടിയൂർക്കാവിൽ ഇക്കുറി LDFും NDAയും UDFും തമ്മിൽ വാശിയേറിയ ത്രികോണ പോരാട്ടമാണ് നടന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സസ്പെൻസ് നിലനിർത്തിയ മണ്ഡലവും വട്ടിയൂർക്കാവ് തന്നെയായിരുന്നു. സിറ്റിംഗ് സീറ്റിൽ നിലവിലെ MLA ആയ VK പ്രശാന്തായിരുന്നു ഇത്തവണയും LDF സ്ഥാനാർത്ഥി. വട്ടിയൂർക്കാവിൽ മുമ്പ് 2 വട്ടം MLA ആയും കോർപ്പറേഷൻ മേയറായും സേവനമനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ് പ്രശാന്ത്. UDFനായി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ കെ മുരളീധരനാണ് പോരിനിറങ്ങിയത്. മുൻ DGP R ശ്രീലേഖയാണ് NDA ഇക്കുറി കളത്തിലിറക്കിയത്. പ്രബല സ്ഥാനാർത്ഥികൾ നേർക്കുനേർ വന്നതോടെ വട്ടിയൂർക്കാവ് മണ്ഡലം ചൂടേറിയ പോരാട്ടത്തിന് വേദിയാകുകയായിരുന്നു. ഫലം പുറത്തു വരുമ്പോൾ മുന്നണികളുടെ സ്ഥാനങ്ങൾ മാറി വരുന്നത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത ത്രികോണ മത്സരത്തിനാണ് വട്ടിയൂർക്കാവ് ഇത്തവണയും സാക്ഷിയായത്. 2019 കെ മുരളീധരൻ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു LDFിൻ്റെ സ്റ്റാർ കാൻഡിഡേറ്റ് VK പ്രശാന്ത് കളത്തിലിറങ്ങുന്നത്. 2016 3-ാം സ്ഥാനത്തായ LDFിനെ തിരികെ 1-ാം സ്ഥാനത്തേക്ക് എത്തിച്ചതിൽ VK പ്രശാന്തിൻ്റെ റോൾ വളരെ വലുതായിരുന്നു. ഇക്കുറി 3-ാം വിജയം നേടിയിറങ്ങിയ VK പ്രശാന്തിന് തിരിച്ചടിയായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 21,515 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു പ്രശാന്ത് വിജയിച്ചത്. അന്ന് 61,000-ലധികം വോട്ടുകളാണ് VK പ്രശാന്ത് നേടിയത്. 2-ാം സ്ഥാനത്തെത്തിയ NDA സ്ഥാനാർത്ഥി VV രാജേഷ് 39,000-ലധികം വോട്ടുകളും UDF സ്ഥാനാർത്ഥി വീണ S നായർ 35,000-ലധികം വോട്ടുകളുമാണ് സ്വന്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,